എടാ പാമ്പ് കടിച്ച എന്നെ ഇടിവെട്ടി. പഴഞ്ചൊല്ല് തിരിഞ്ഞുപോയി മുതലാളി. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു. പഴഞ്ചൊല്ല് തിരുത്താനല്ല ഞാൻ നിന്നെ വിളിച്ചത്. അല്ലേ? ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയില. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. ഫ്ലാഷ് ബാക്ക്. പിന്നെ സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. എന്റെ ലേറ്റസ്റ്റ് ഫോട്ടോ സഹിതം വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്. നോക്ക്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എന്തെങ്കിലും ചെയ്യണം. ഞാൻ എന്ത് ചെയ്യാനാടാ? വല്ല പല്ലുവേദനയാണെങ്കിൽ നോക്കായിരുന്നു. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ചേച്ചി എന്റെ വീഡിയോയിൽ വന്നൊരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഈ ഒരു കമന്റ് കാരണം ഇന്നലെ ഉറങ്ങാൻ പോലും പറ്റിയില്ല. വെളുപ്പാങ്കൽ 5 മണിയായിട്ട് പോലും ഞാൻ ഉറങ്ങിയില്ല. കാരണം ഞാൻ വിങ്ങും നെഞ്ചകം എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ അനുമോൾ അന്തം ആണെന്ന് കരുതി എല്ലാവരും അങ്ങനെ ആകാൻ പറ്റില്ല. വണ്ടി എടുക്കട്ടെ മോളെ. ജിഷിൻ അനുമോളെ പറ്റി ഇവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ നീ എന്ത് തേങ്ങയാണ് ഇവിടെ കിടന്ന് ചിലയ്ക്കുന്നത്? നീ മാത്രമല്ല, ഞാനും കണ്ടു ഫുൾ ലൈവ്. നീ എനിക്ക് വിശദീകരണം താ. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ. കുതിരവട്ടമല്ലല്ലോ. അവിടെ അനുമോളുടെ പേര് ജിഷിൻ പറയുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷെ പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വെക്കുന്നത് അനുമോളെ തന്നെയാണ്. അത് അത്യാവശ്യം ചോറുണ്ണുന്ന ഏവന് കണ്ടാലും ഏവക്ക് കണ്ടാലും മനസ്സിലാവും എന്നുള്ളൊരു കാര്യം വാസ്തവം. നീ എന്തൊക്കെയാടാ ഈ പറയണത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. അവിടെ ഭൂരിപക്ഷം പേരും പി ആർ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഭൂരിപക്ഷം പേരും പി ആർ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിനൊന്നും ഇല്ലേ? ഈ പറയുന്ന ഹ്യൂജ് ആയിട്ടുള്ള വലിയ ഫാൻ ബേസ് ഉള്ള അവർക്ക് പൈസ കൊടുത്തിട്ട് അവരുടെ ഇതിലേക്കുള്ള ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. എങ്ങനെ ഇരിക്കണം കേട്ടല്ലോ? ഹ്യൂജ് ആയിട്ട് ഫാൻ ബേസ് ഉള്ള ആൾക്കാരാ. ആർക്കാ ഹ്യൂജ് ആയിട്ട് ഫാൻ ബേസ് ഉള്ള? അനുമോക്ക് പറയാതെ പറഞ്ഞു വെക്കുന്നത്. സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എന്റെ പൊന്നി ചേച്ചി ആയതുകൊണ്ടാണ് ഞാൻ മാന്യമായിട്ട് സംസാരിച്ചത്. ശിവനേ. പിന്നെ ചേച്ചി പറയുന്ന വെച്ച് നോക്കുമ്പോ ചേച്ചി എന്നെക്കാളും കേടുകെട്ട രീതിയിലാണ് സംസാരം. ചേച്ചി വെച്ച് നോക്കുമ്പോ ഞാൻ ഡീസന്റ് പോലെ എനിക്ക് തോന്നി. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. നിനക്ക് അനുമോളെ താങ്ങണമെങ്കിൽ നീ മാത്രം താങ്ങിക്കോ. ഞങ്ങളോട് താങ്ങാൻ പറയരുത്. ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവൾ ഈ ജീൻസും കോപ്പും ഇട്ടിരിക്കുന്നേ കുടുംബത്തിൽ കാര്യമില്ല. ഇവൾ ഇംഗ്ലീഷിൽ പറഞ്ഞ എന്തോന്ന് മനസ്സിലായി? തൊലിപ്പുറത്തെ വെളുപ്പമുള്ള ഇവളുടെ സ്വഭാവം തനി ചന്തയാ. നീ നിന്റെ വായ്ത്താളം കയ്യിലിരിപ്പം ആദ്യം നീ ഒന്ന് നന്നാക്ക്. നീ കിടന്ന് ചൊറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, വിവരദോഷി. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. അമ്മേ ചേച്ചി ഇന്റർവ്യൂവില് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ കൊണയടിക്കുന്നത്. കേട്ടോ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഹലോ, ഈ രാത്രി ഞാനിപ്പോ ഒരു സ്റ്റോറി ഇടുന്നത് ദിസ് ഇസ് ഓൺലി ഫോർ അതിൽ വ്ലോഗ്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി ഒരു സ്റ്റോറി ഒക്കെ ഇടുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആരാ കേട്ടാ? അതിൽ വ്ലോഗ് നിങ്ങളുടെ ഒരു ഇതിന്റെ യൂട്യൂബ് വീഡിയോന്റെ ലിങ്ക് എനിക്കൊരു ഫ്രണ്ട് അയച്ചു തന്നു. ആ അയച്ചു തന്ന ആൾ ആരാന്നറിയാവോ? അനുമോളുടെ ഒരു കട്ട ഫാനാണ്. അയ്യോ, ഇത് ഇവന്മാരെടുത്തു എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക. അവന്മാര് പത്രത്തിലിടാൻ. അവർക്കറിയാം ഞങ്ങൾ എത്രത്തോളം അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനുമോൾ ഇവൻ അനുമോൾക്കറിയാം. 2 days ബിഫോർ കൂടെ ഞങ്ങൾ ഒരു വീഡിയോ കോൾ ചെയ്യുന്നതിന്റെ ഫോട്ടോ ഞങ്ങൾ ഷെയർ ചെയ്യണ്ടായി. ഭയങ്കരം തന്നെ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ പറയരുത്. ഞാൻ അനുമോളെ വീഡിയോ കോൾ സംസാരിച്ചുള്ളൂ, ഞങ്ങൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഉള്ളിൽ വിഷം വെച്ചും കൊണ്ട് തുപ്പിക്കഴിഞ്ഞാൽ തൂക്കിയെടുത്ത് അടിയും. അതുള്ള കാര്യമില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? PR വേറെ, വോട്ടുമറിക്കൽ വേറെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? PR ചെയ്യാതെ പോയത് മണ്ടത്തരമാണെന്ന് സമ്മതിച്ച ആളാണ് ജിഷിൻ ചേട്ടൻ. വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ആളുകൾ എന്തിനാ ചിരിക്കുന്നത്? പിന്നെ എന്താ അതിന്റെ അർത്ഥം? അനുമോള് അവളുടെ കഴിവിനാണ് ആ കപ്പ് കിട്ടിയതെന്നും സമ്മതിച്ച ഒരാളാണ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ജിഷാനെ കൊടുത്ത ഇന്റർവ്യൂവിൽ ഒരിടത്തും PR 16 ലക്ഷം കൊടുത്ത് അനുമോള് വോട്ട് വാങ്ങിച്ചു എന്നും ചേട്ടൻ മണ്ടയുടെ മരക്കഴുതേ. അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്ത PR 16 ലക്ഷം കൊടുത്ത് അനുമോള് വോട്ട് വാങ്ങിച്ചു എന്നും ചേട്ടൻ മണ്ടയുടെ മരക്കഴുതേ. എനിക്കിതൊന്നും മറുപടി പറയാൻ അറിയാൻ വേണ്ടല്ല, പക്ഷെ ഇത്തിരി സംസ്കാരം ഉണ്ടായി പോയി. ഇനി ആദ്യം ആ വീഡിയോ ശരിക്കും കാണാർക്കെതിരെയാ സംസാരിച്ചിരിക്കുന്നതെന്ന്. ഇതിലും മാന്യമായിട്ട് നിന്നോട് സംസാരിക്കാൻ അറിയില്ല മോനെ.
അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിലൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ആസ് എ പാർട്ട്ണർ ഞാൻ ഇത്രയെങ്കിലും റിയാക്ട് ചെയ്തില്ലെങ്കിൽ വളരെ മോശമായി പോകുന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. എനിക്കത് ക്ഷീണ ചീട്ടം മറ്റേ ജിഷിനെ നീ ഫുഡ് കഴിക്കാത്തോണ്ട് അങ്ങനെ ഇങ്ങനെ. അതെനിക്ക് ഇഷ്ടമില്ല. ചേച്ചിയുടെ പറച്ചില്ല നല്ല കുരു പൊട്ടിയിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലായി. ഏട്ടായിയെ കുറിച്ചിട്ട് കമന്റ് ബോക്സ് മൊത്തം തെറിവിളിയാണ്. അതുകൊണ്ട് ഏട്ടത്തിക്ക് നല്ലപോലെ പൊള്ളിയിട്ടുണ്ട്. ഒന്ന് ഷോക്കായി ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. എന്ത് ഫുഡ് കഴിക്കണം, എങ്ങനെ കഴിക്കണം, അത് ജിഷിന്റെ ഇഷ്ടമാണ്. അത് അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. താനിത് കേക്കണുണ്ടാടോ? കേക്കണുണ്ട് മുതലാളി. അതില് കേറി തലയിടണ്ട. പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്യാണെന്ന് പറഞ്ഞ് നിങ്ങളെ പോലുള്ള ആൾക്കാരാണ് ആ കുട്ടിക്ക് ഹേറ്റേഴ്സിനെ ഉണ്ടാക്കുന്നത്. അനുമോളെ പറ്റിയിട്ട് ഓരോ അപരാധി മക്കൾ വന്ന് കാട്ടപരാധം വിളിച്ച് പറയുന്നതിനെല്ലാം വലിച്ചീറി ഒട്ടിച്ച് അനുമോക്ക് സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? കുക്ക് ചെയ്യും. കുക്ക് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നമ്മുടെ MG സാറിന്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു പൊറോട്ട. അതെന്നെ ചേച്ചി ഹസ്ബൻഡ് പൊറോട്ട അടിക്കാറുണ്ട്. പുള്ളിനെ പഠിപ്പിച്ചു തന്നു. ഇപ്പൊ ഉണ്ടാക്കാൻ പറഞ്ഞ ചിലപ്പോൾ ഞാൻ അറിയാം ഇങ്ങനെ മാവ് കുഴച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ആ ടൈമിൽ ഞാൻ ഒന്നും പഠിച്ചു നോക്കിയതാണ്, അതാണ് ഉണ്ടാക്കാറ്. ആ പ്രായത്തിന്റെ ഇത് ഞാൻ പറഞ്ഞു പോയതാണ്. ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കാർത്തിക് വീഡിയോയിലും പറഞ്ഞു ഞാൻ എല്ലാം അറിയാന്ന് പറഞ്ഞത് എല്ലാം യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞിട്ടോ, എല്ലാം അറിയാന്ന് പറഞ്ഞത്. മനസ്സിലായ പിന്നെ ഈ ചെറിയ കാര്യത്തിനാണ്, അതായത് അന്ന് അവള് പറഞ്ഞു ഇതിനൊക്കെ ഇട്ടിട്ടാണ് അവള് സൈബർ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊക്കെ കുത്തിപ്പൊക്കിയിട്ടാണ് കുറെ പേര് എന്തോ വലിയ കള്ളം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. എന്തോന്നാണ് ഇതൊക്കെ ഒരു കള്ളമാണ്. ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾ എതിരാണ്. എന്തേ പിടിച്ച് കടിച്ച ഒക്കെ അറിഞ്ഞോളെന്നൊക്കെ പറയുന്നതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പാവവും കള്ളമൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്ക്, അവള് ഈ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പോയിട്ട് അവിടെ നിന്ന് ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്തോ, അല്ലെ പിന്നീന്ന് കുത്തോ കൂടെ ഒന്ന് കുത്തോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതാണ് അവളെ ക്വാളിറ്റി. 100% ഞാൻ യോജിക്കുന്നു. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ വെളിയിറങ്ങിയ ശേഷം വേറെ കണ്ടസ്റ്റൻസ് അതിനെ കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു വീഡിയോ ഇടുന്നുണ്ടോ, അങ്ങനെ എന്ത് തോന്നുന്നു? എനിക്കൊന്നും തോന്നാനില്ല, സ്വയം ചെടി വാരി ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്താ ഉറക്കം വരുന്നു? എന്തോ ഒരു ഇന്റർവ്യൂ ചെയ്യാത്ത താല്പര്യമില്ല. എന്തിനാ നമ്മളെന്തിനാ അവിടെ നടന്ന കാര്യങ്ങൾ ഈ പോയിട്ട് പരദൂഷണം പോലെ അവിടെ പോയി സംസാരിക്കുന്നത്? ഈ ചെവി കൂടെ കേട്ടത് ഈ ചെവി കൂടെ പുറത്തോട്ട് പോകും, അത്രേ ഉള്ളൂ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. അനുമോൾ ക്യൂട്ടല്ലേ, കാണാൻ ചേലല്ലേ, ഹൃദയം ജല്ലല്ലേ, കപ്പെടുത്തില്ല